സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം വകുപ്പും ഒരു പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വം വകുപ്പ് ഒരു പ്രത്യേകമായ പരിപാടി ആവിഷ്കരിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടിഞ്ഞു തകരുകയോ മതിലുകൾ തകരുകയോ ക്ഷേത്രക്കുളങ്ങളും കിണറുകളും ഉപയോഗശൂന്യമാവുകയോ ചെയ്യുന്ന പ്രദേശങ്ങളിൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ തദ്ദേശ സ്വയം സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി തീർത്ഥാടക ടൂറിസത്തിൻ്റെ കൂടി വികസന പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് ചില പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊട്ടാരക്കരയിലെ ഗണപതി മഹാക്ഷേത്രത്തിൽ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ശ്രീ കൊടിയേരി ബാലകൃഷ്ണനുമായി ഇക്കാര്യം സംസാരിക്കുകയും ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ള പരിപാടിയിൽ ഒരു പരീക്ഷമെന്ന നിലയ്ക്ക് ആരംഭിച്ചപ്പോൾ ആ നാടിനാകമാനം നൽകുന്ന പ്രദേശത്തിന് നൽകാൻ കഴിയുന്ന ജലസ്രോതസ്സായി ആ ക്ഷേത്രത്തിൻ്റെ തിരുമറ്റുണ്ടായിരുന്ന കുളം പ്രയോജനപ്പെടുത്താൻ കഴിയും. ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള പുണ്യജലമായി ഇതിന് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ജീവന്റെ തുടിപ്പിന്റെ ഭാഗമായിട്ടുള്ള ജലസ്രോതസ് നൽകാനുള്ള ഒരു നടപടികളും അനുബന്ധമായി ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി. അപ്പോൾ തീർത്ഥാടകന്മാർക്കും സന്ദർശകന്മാർക്കും ഒന്നിച്ച് പങ്കുചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഞങ്ങളുടെ പരീക്ഷണമായിരുന്നു. അതിനപ്പുറത്ത് വർദ്ധിച്ചു വരുന്ന ഭക്തജന സാന്നിധ്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് സാധാരണ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എത്രയോ കാലമായി ജീവിതത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗമായി ജീവിതം ഒരു നിവേദ്യമായി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ആചാര്യസ്ഥാനീയന്മാർക്ക് ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ചെറിയൊരു വിശ്വാസം അത് നൽകുക എന്നതാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിനപ്പുറത്ത് സംഖ്യ ആവശ്യമായി വന്നാൽ അതുകൂടി പ്രയോജനപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിന് ഉത്തരവാദപ്പെട്ട സമിതികൾ മുഖേന ദേവസ്വം ബോർഡിൻ്റെയും ഉപസമിതികളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ അതിന് രേഖ ആവശ്യമായി ആരൊക്കെയാണ് ഇതിൽ അർഹതപ്പെട്ട ആളുകളായിട്ടുള്ളത് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ജനുവരി മധ്യത്തിന് മുമ്പ് തന്നെ ആചാരസ്ഥാനീയന്മാർക്ക് ഈ പറയുന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയമപരമായും ഭരണപരമായുള്ള നടപടിയുടെ ഭാഗമായി ഈ കാര്യങ്ങൾ നൽകും എന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള തീയതി മറ്റു കാര്യങ്ങളും ആലോചിക്കുന്നതാണ് എന്ന് ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരമായ സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമല്ല. കാരണം വനഭൂമി നോക്കി ലഭിക്കേണ്ടതെന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായി നമ്മൾ അതും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീലേശ്വരം മന്നമ്പുറത്ത് ഭഗവതി ക്ഷേത്ര നവീകരണ മഹോത്സവ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം. നീലേശ്വരം മുനിസിപ്പൽ ചെയർപേഴ്സൺ വി ഗൗരി അധ്യക്ഷത വഹിച്ചു. കൊട്ര വാസുദേവൻ, എം സുഗുണൻ, കെ വി ചന്ദ്രൻ പണിക്കർ, ഇ കൃഷ്ണൻ, കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പി യു രാമകൃഷ്ണൻ സ്വാഗതവും പി വി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു.